Human beings are mostly grey, except in some cases. In some cases, they are just black. ഇതാണ് തൻ്റെ പ്രീവിയസ് ചിത്രത്തിൽ സംവിധായകൻ അഭിനവ് സുന്ദർ നായിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. തൻ്റെ ആദ്യ ചിത്രത്തിൽ താങ്ക്സ് കാർഡ് പോർഷനിൽ ആരോടും നന്ദി പറയാനില്ലെന്ന് എഴുതിവിട്ടൊരു സംവിധായകൻ. മലയാള സിനിമയുടെ പരമ്പരാഗത രീതിയെല്ലാം തന്നെ ആദ്യ ചിത്രത്തിൽ തന്നെ പൊളിച്ചെഴുതി കയ്യിൽ കൊടുത്തൊരു ഫിലിം മേക്കർ. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് സ്റ്റാറായ നെസ്ലനുമായി അഭിനവ് ഒന്നിക്കുമ്പോൾ പ്രീ റിലീസ് ട്രെയിലർ പോലും ഇല്ലെങ്കിലും മോളിവുഡ് ടൈംസിന് ഇത്രയേറെ ഹൈപ്പ്. മുകുന്ദൻ ഉണ്ണി എന്ന ബ്ലാക്ക് ആയ മനുഷ്യനിൽ നിന്നും ഒരല്പം മാറി സ്വല്പം ഗ്രേ ആയ വിനീത് മാധവൻ എന്നൊരു നായകനുമായാണ് അയാൾ മോളിവുഡ് ടൈംസിൽ നമുക്ക് മുന്നിലെത്തുന്നത്. 5ാം ക്ലാസ് മുതൽ മോളിവുഡിലെ മികച്ചൊരു സംവിധായകനാകണമെന്ന് സ്വപ്നം കാണുന്ന, കൺസിസ്റ്റൻ്റായി അതിനുവേണ്ടി മാത്രം പരിശ്രമിച്ച് നടക്കുന്നൊരു കഥാപാത്രം, ഓണസ്റ്റായ പാഷനേറ്റായ ഒരു ചെറുപ്പക്കാരൻ, സിനിമയിലേക്കുള്ള അയാളുടെ സ്ട്രഗിൾ. എന്നിട്ടും ഈ പടം എ ഹേറ്റ് ലെറ്റർ ടു സിനിമയാണ്. അതായത് റിലീസിന് മുമ്പേ അഭിനവ് പറഞ്ഞ പോലെ സിനിമയെ അയാൾ ഇതിൽ തീരെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നില്ല എന്നർത്ഥം. ഒന്നുകൂടി ക്ലിയറായി പറഞ്ഞാൽ, നമ്മൾ കണ്ടുവന്ന സിനിമയ്ക്കുള്ള സിനിമ എന്ന കോൺസെപ്റ്റിലെ പല സാധനങ്ങളും റിപ്പീറ്റ് ചെയ്യാത്ത പടം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നെസ്ലൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. പ്രത്യാശയിലും സ്ട്രഗിളിലും നിരാശയിലും പിന്നീടുള്ള ഉയർന്നുവരവിലുമെല്ലാം മാറി മറിയുന്ന നെസ്ലൻ്റെ ബോഡി ലാംഗ്വേജും മാനറിസങ്ങളും. വിനീത് മാധവൻ്റെ +2 കാലവും കൗമാരവും എല്ലാം കൃത്യമായി നെസ്ലൻ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ കാണാപ്പുറങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കണ്ടിട്ട് നമ്മൾ കൂടുതൽ അറിയാൻ താല്പര്യം കാണിക്കാത്ത തലങ്ങളെക്കുറിച്ച് വളരെ ബോൾഡായി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് മോളിവുഡ് ടൈംസ്. സിനിമയ്ക്കുള്ളിലെ പവർ പൊളിറ്റിക്സും നിയമവഴിയിലൂടെ തെളിയിക്കാൻ സാധിക്കാത്ത പ്ലാജറിസവും റിസർവേഷനും എല്ലാം ഇതിൽ അഭിനവ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷെ കഥാന്ത്യത്തിൽ കലങ്ങി തെളിയണമെന്ന പതിവ് ശൈലി ഇവിടെയില്ല. തുടർന്നുകൊണ്ടേയിരിക്കുന്ന പോരാട്ടം മാത്രം. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് ബ്ലോക്ക് ബസ്റ്ററായി മാറിയതിന് പിന്നാലെ അഭിനവ് തന്നെയാണ് യഥാർത്ഥ മുകുന്ദൻ ഉണ്ണി എന്നൊരു ഇന്റർവ്യൂവിൽ ചിരിയോടെ വിനീത് തുറന്നു പറയുകയുണ്ടായി. തൻ്റെ ആദ്യ ചിത്രം ഇത്രയും വൈകിയതിലെ നിരാശയും ഫ്രസ്ട്രേഷനും എല്ലാം ഈ സിനിമയിലൂടെയാണ് അഭിനവ് തീർത്തതെന്ന്. ആ അഭിനവ് തന്നെയാണ് മോളിവുഡ് ടൈംസിലെ വിനീത് മാധവനും. ഒരുപക്ഷെ മുകുന്ദൻ ഉണ്ണിയേക്കാൾ വിനീത് എന്ന കഥാപാത്രത്തിലായിരിക്കും അഭിനവ് എന്ന സംവിധായകന്റെ ഏറ്റവും കൂടുതൽ റിസംബ്ലൻസ് ഉണ്ടായിരിക്കുക. പ്രീ റിലീസ് ഭാഗമായി അഭിനവ് നൽകിയ അഭിമുഖങ്ങളിലെല്ലാം വിനീത് മാധവനെ കൃത്യമായി തന്നെ പ്രേക്ഷകന് കാണാൻ സാധിക്കും. താൻ ചെയ്ത സിനിമയിലുള്ള അയാളുടെ കോൺഫിഡൻസും അൺഅപ്പോളജറ്റിക് ആയ സ്റ്റേറ്റ്മെന്റും കറുത്ത വട്ടക്കണ്ണടയും അടക്കം കൃത്യം. വിനീത് മാധവൻ ഈസ് ഹൈലി ഇൻസ്പയർഡ് ബൈ അഭിനവ് സുന്ദർ നായക്. And I would say it's a very honest film by a man who struggled a lot to make a movie in this industry. And we will definitely appreciate the honesty and the out-of-the-box storytelling of Abhinav. മുകുന്ദൻ ഉണ്ണി സ്റ്റൈൽ സ്റ്റോറി ടെല്ലിങ്ങും അതിലെ ദാറ്റ് സോ സെൽഫിഷ് ക്യാരക്ടറും ബോൾഡ് നറേഷനും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മോളിവുഡ് ടൈംസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പ്.